ഹായ് ഗഡീസ്, ഇന്നലെ നമുക്ക് കുറച്ച് ദുഃഖകരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്ന് 20 അടി താഴ്ചയിലോട്ട് വീണ് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിട്ടുള്ള ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. വല്ലാത്ത വിഷമമായിപ്പോയി. ഇന്നലെ രാത്രി കേട്ട ആ ഒരു വാർത്ത വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഉമ്മച്ചേച്ചിക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് അപ്പം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഉമ്മച്ചേച്ചിയുടെ വീഴ്ചയോടൊപ്പം അവിടെ വലിയൊരു വമ്പൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പ്രശസ്ത നടി ദിവ്യ ഉണ്ണി 12,500 പേരെ വെച്ചിട്ടാണോ എന്നറിയില്ല ഒരു ഭരതനാട്യം അവിടെ അവതരിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയറുന്നു. ഈ വന്ന 12,000 കുട്ടികൾക്കും 3,500 രൂപയോ എന്തോ അവിടെ ഫീസ് ഈടാക്കിയിട്ടുണ്ട്. പിന്നെ കൂടെ വന്ന ഓരോരുത്തർക്കും, ആ പരിപാടി കാണാൻ വന്ന ഓരോരുത്തർക്കും പാസ് മുഖാന്തരമാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനം കിട്ടിയത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ ചെറുത്താൻ എന്ന് വിളിക്കുന്ന അജു അലക്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയം. എന്റെ പുറകിൽ കാണുന്നത് കലൂർ സ്റ്റേഡിയമാണ്. കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്താണ്. കലൂർ സ്റ്റേഡിയം റൗണ്ട് ആയതുകൊണ്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ ഏതോ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് മെയിൻ എൻട്രൻസ് ആണെങ്കിലും കലൂർ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് അതത്ര വലിയ കാര്യമാക്കണ്ട. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഭരതനാട്യക്കാരെല്ലാവരും ഒന്നിച്ചു കൂടി 12,000 ഭരതനാട്യക്കാരോട് വരികയും അവർ 12,000 ഭരതനാട്യക്കാർ സ്റ്റെപ്പ് ഇട്ടു, അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുകയും ചെയ്തു എന്നൊരു വാർത്ത. അതിനോടൊപ്പം തന്നെ ഉമാ തോമസ് ഇവിടെ വന്നപ്പോൾ ഇരുമ്പ് കമ്പിയാണെന്ന് കരുതി റെക്കോർഡിലൊക്കെ ചാടുകയും അവിടെ താഴേക്ക് വീഴുകയും അതിഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവുകയും ഇപ്പോൾ റിലേ മെഡിസിറ്റിയിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവിടെ വലിയ തട്ടിപ്പ് നടന്നതിനെ പറ്റി ആൾക്കാരധികം സംസാരിക്കാതെ ഉമാ തോമസ് മറിഞ്ഞു വീണതിനെ പറ്റിയും അതിനെപ്പറ്റിയുള്ള അന്വേഷണം പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുന്നത് ഉമ എവിടെ നിന്ന് വീണു, അവിടുന്ന് ഫോറൻസിക്കാർ വരുന്നു, സാമ്പിൾ എടുക്കുന്നു, അങ്ങനെയുള്ള പല പല കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു 4-5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പിനെ പറ്റി അന്വേഷിക്കുക, കൂടുതൽ പഠിക്കുക. ഈ തട്ടിപ്പിൽ ഇപ്പോൾ ഇതിനകത്ത് പങ്കുചേർന്നവർ ആരൊക്കെ, ആരാണ് ഇതിന്റെ ആ 5 കോടിയുടെ അടുത്ത് പൈസ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്, ഏത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ പരിപാടി നടത്തിയത്, അതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഈ പറഞ്ഞ കോടികൾ ആരാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതെന്നാണ് എനിക്കറിയേണ്ടത്. പാവപ്പെട്ട കുട്ടികൾ ഡാൻസ് പഠിച്ചതിന്റെ പേരിൽ ഒരു കലാരൂപം പ്രാക്ടീസ് ചെയ്തതിന്റെ പേരിൽ 3,500 രൂപയോളം കൊടുത്താണ് വന്നിട്ടുള്ളതെന്ന് ചില മേടിച്ചിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ദിവ്യ ഉണ്ണിക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ഈ ഒരു നൃത്ത കലാരൂപം പഠിച്ചിട്ടുള്ള ഈ കുട്ടികളെ എന്തിനു ബലിയാടാക്കി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് ആ വിഷ്വൽസിൽ തന്നെ കാണാൻ പറ്റും, ക്യാമറകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ദിവ്യ ഉണ്ണി എന്ന നർത്തകിയിലേക്കാണ്. ഈ കൂടെ കളിക്കുന്ന ഈ 12,000 കുട്ടികളുടെ ഒരു ഫേസ് പോലും ഫേമസ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫേസ് പോലും ക്യാമറ ഒപ്പിയെടുത്തിട്ടില്ല. അവരെന്തോ ദൂരെ നിന്ന് എറുമ്പുകൾ കയ്യും കാലും അനക്കുന്ന പോലെയാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. എന്തിനായിരുന്നു ഈ വേഷം കെട്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടണമെങ്കിൽ ദിവ്യ ഉണ്ണി പൈസ മുടക്കി ഇത് ചെയ്യണമായിരുന്നു. അല്ലാതെ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസും വാങ്ങിച്ചിട്ട് ഇവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ബലിയാടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? 1ഉം 2ഉം 10ഉം കുട്ടികളല്ല, 12,000 കുട്ടികളാണ് ഈ ദിവ്യ ഉണ്ണിയുടെ ഈ ഒരു ബാക്കിൽ അണിനിരക്കാനായിട്ട് എത്തിയത്. എന്തിൻ്റെ കേടായിരുന്നു മാതാപിതാക്കളെ? നിങ്ങൾക്ക് ഈ കുട്ടികളെ കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിലും ഭേദം നിങ്ങൾക്കൊരു അമ്പലത്തിൽ പോയിട്ട് നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ മേലായിരുന്നു. ഇപ്പം അജു അലക്സ് പറയുന്ന പോലെ ഈ നൃത്ത പരിപാടിയുടെ മറവിൽ 5 കോടി രൂപയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് അജു അലക്സ് ഒക്കെ പറയുന്നത്. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. കണക്കുകൾ പറയുമ്പോൾ ഇത്രയും ആളുകൾ വന്നു, അവരുടെ കൂടെ വന്നവർക്ക് വീണ്ടും പാസുകൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഈ ഉമയെ പോലൊരാൾ വരുമ്പോൾ അവരുടെ കാരിക്കേഷൻ പോലും വൃത്തിക്ക് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് വന്നവരെല്ലാം പറ്റിച്ച ഈ കൂട്ടം ആര്? എന്നിട്ട് അതിന് പുറകെ വീഡിയോ അന്വേഷണം എടുത്തപ്പോൾ പറയുന്നു വയനാടെങ്ങാനുള്ള ഏതോ ഒരു ഓഫീസ് മുറി വാടകയ്ക്ക് എടുത്തിട്ട് എന്തോ ഒരു പേര് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നതാണെന്ന് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും ഈ തട്ടിപ്പിൽ ഉമാ തോമസ് എങ്ങനെ അവിടെ എത്തുന്നു, അതുപോലെ തന്നെ ഉമയെ ഇതിന്റെ മുകളിൽ നിന്ന് ഉന്തിയിട്ട് പരിക്കേൽപ്പിക്കാൻ ഇത് എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നോ, CBI അന്വേഷിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത്രയും വലിയ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ തട്ടിപ്പുള്ളതായി ഒരു സൂചന പോലും ഇല്ലാത്ത പോലീസ്
എന്തിനാണ് ഇങ്ങനെ ഇവിടെ പെറ്റിയടിക്കാനും പോക്കറ്റ് അടിക്കാനും ഹെൽമെറ്റ് പിടിക്കാനും മാത്രം ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? കാരണം ഇതുപോലെ ഒരു വൻ തട്ടിപ്പ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നതിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ ഇതാണ് വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുമോ? നിങ്ങളെ ഐഡി വിളിച്ചാൽ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങളെ ചിലപ്പോൾ സിഐഡി വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ കോൾ തട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോൾ ഇതിൽ അജു അലക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. MLA ഉമാ തോമസിനെ ആരെങ്കിലും അതിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടതാണോ എന്നൊരു സംശയം പറയുന്നുണ്ട്. കമ്പിയാണെന്ന് കരുതി റിബണുമ്മയാണ് MLA കയറി പിടിച്ചത്. ഉമാ തോമസിനെ തള്ളിയിട്ടതിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് കിടന്ന് ഇരുട്ടിൽ തപ്പുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോളുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ നർത്തകരോട് പറഞ്ഞതുപോലെ എന്തെങ്കിലും കരയണ്ടക്കാരോടും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റെന്തെങ്കിലും കഥകളിക്കാരോടൊക്കെ നിങ്ങൾ അറിയിക്കുമോ? കഥകളി സംഘമേ നിങ്ങൾ അറിയുക, നിങ്ങൾ പരിപാടിക്ക് വിളിച്ചാൽ പോകരുത്, അവിടെ കൊണ്ട് 3500 രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇവിടെ പിച്ചക്കാരോട് വരെ പറയേണ്ടി വരും. കാരണം അവരെങ്ങാനും വിളിച്ചു കൂട്ടി എന്തെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവരതിനകത്ത് പങ്കെടുക്കാൻ വന്നാൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് ഇതുപോലെ കോടികൾ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ടെലിഫോണിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പോൾ ഇനിയും ഈ പിച്ചക്കാരെയൊക്കെ വെച്ചിട്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ കയറാനായിട്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് വെച്ച് പരിപാടി നടത്തിയിരിക്കും. അപ്പോൾ ആ വക തട്ടിപ്പുകളിലൊന്നും ഇനി ചെന്ന് ചാടരുത് എന്നാണ് അജു അലക്സ് പറയുന്നത്. ഇത് കേൾക്കേണ്ട ആവശ്യം പൊതുജനത്തിന് എന്താണ്? പോലീസിന്റെ അനാസ്ഥ, അതുപോലെ തന്നെ പോലീസിന്റെ ഈ പറഞ്ഞ എന്താണ് ഇന്റലിജൻസ്? എവിടെയാണ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ പരിപാടി നടത്തിയിട്ട് തട്ടിപ്പാർന്നത്? അവന്മാർ വന്ന് പ്രൊട്ടക്ഷന് കാവൽ എന്നതാണ് ഇതിന്. അവർ യൂട്യൂബ് നോക്കിയിരിക്കുമായിരിക്കും. യൂട്യൂബിൽ ഏതെങ്കിലും യൂട്യൂബർ വളയെന്ന് പറയുന്നുണ്ടോ, മൈതെന്ന് പറയുന്നുണ്ടോ, ഏതെങ്കിലും യൂട്യൂബർ കാറിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ, അതും അല്ലെങ്കിൽ ഹെൽമെറ്റ് പിടിക്കാം, പെറ്റി അടിക്കാം, സീറ്റ് ഇട്ടുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ഇവർക്ക് ഇതിൽ കൂടുതലൊന്നിനും പറ്റുന്നില്ല. വളരെ ഗതികേടിലാണ്. പോലീസിന് ഇന്റലിജൻസും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ടെലിഫോണിൽ കൂടെ വിളിച്ചറിയിക്കലാണ് പരിപാടി. അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന പോലീസ് ഇവിടെ എല്ലാ സമയത്തും ഡ്യൂട്ടിയിൽ പോലീസുകാരുടെ പോരാട്ടത്തിന് എന്താണ് പോലീസേ കളഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൻ്റെ മാനം? കേരള പോലീസാണ് അത്ര, കേരള പോലീസ്. ബാക്കി പരിപാടി നടന്നാൽ അതിന് എക്സ്ട്രാ പോലീസ് വരും. ഈ തട്ടിപ്പുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇത്രയും ഒരു പരിപാടി നടക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഇത്ര മേടിച്ചിട്ടുണ്ട് എന്തിന് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഇവിടെ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ശരിക്കും നാണക്കേട് തന്നെയാണ്. ഇനിയും ഈ നാണക്കേട് തുടരാതിരിക്കുക. ഇതുപോലെ നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ ഇതാരാണ് നടത്തുന്നത്, എവിടെയാണ് നടത്തുന്നത്? ഒരു അന്വേഷണം നടത്തേണ്ടത് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥരാണ്. അല്ലാതെ നാട്ടുകാരോ ഇതിൽ പങ്കെടുക്കുന്നവരോ ഈ നർത്തകരോ ഒന്നും ആവരുത്. അത് അവരുടെ പണിയല്ല. അവർക്ക് അതിനാരും സാലറി കൊടുക്കുന്നില്ല. അതിനവര് എന്താ പറയണ്ടേ, പേടൊന്നുമല്ല, അവർക്ക് പദവികളില്ല. മനസ്സിലായോ? ഈ സർക്കാരിൻ്റെ മാസശമ്പളം മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോലീസിൻ്റെ പണി ചെയ്യാത്ത പോലീസുകാരോടാണ് ഈ പറയുന്നത്. ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാം മാനത്തിനും പണത്തിനും എല്ലാം സംരക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഈ സംവിധാനത്തിന് പഴവുകൾ സംഭവിക്കുന്നു. കാരണം അവർ യൂട്യൂബ് നോക്കിയിരിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം ഇക്ക വിളിച്ച് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ചില പോലീസുകാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇക്ക വിളിച്ച് പറയാനതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വീഴ്ച സംഭവിച്ചത്. ഇക്ക ഇപ്പോൾ വിളിച്ചു പറയുന്നത് നിർത്തിയതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഭയങ്കര നാണക്കേടായി. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ച വളരെ നാണക്കേടായിപ്പോയി. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ ഗടി.